മഴ തോരും മുമ്പേ സീരിയലിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ ഗംഗാധര മേനോനും മാലതിക്കും അലീനയുടെ പെരുമാറ്റം ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൂടാതെ അലീനയെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ അവർക്ക് വന്നു തുടങ്ങുന്നുണ്ട്. എനിക്ക് തോന്നിയ സംശയം ഒന്ന് ഉറപ്പിക്കാനായിട്ട് അമ്മയോട് ചില കാര്യങ്ങളൊക്കെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മയിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കിട്ടുന്നില്ല കേട്ടോ. കാരണം മുത്തശ്ശിക്കും കാര്യമായിട്ടൊന്നും അറിയില്ലല്ലോ. എങ്കിലും ഗംഗാധരന്റെ ചോദ്യം കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും ചെറിയ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. മുത്തശ്ശി അതിനെക്കുറിച്ച് സംശയത്തോടെ ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും വിട്ടു പറയുന്നില്ല. അവരങ്ങനെ മുത്തശ്ശിയോടും അലീനയോടുമൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോകുവാണ്. പോകുന്ന വഴിക്ക് മാലതിയും തനിക്ക് തോന്നിയ സംശയം ഗംഗാധരനോട് പറയുന്നുണ്ട്. പിന്നെ അവർക്ക് രണ്ടുപേർക്കും തോന്നിയ സംശയങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അവർ രണ്ടുപേരും കാര്യങ്ങളൊക്കെ ഏകദേശം ഉറപ്പിക്കുവാണ്. വൈജയന്തി 22.5 വർഷം മുമ്പ് പ്രസവിച്ച തങ്ങളെല്ലാവരും മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു പെൺകുട്ടി തന്നെയാണ് അലീന എന്ന് മനസ്സിലാക്കുവാണ് കേട്ടോ. ഒരു പക്ഷെ അലീനയിലൂടെ തന്നെയായിരിക്കും ബാലചന്ദ്രൻ സത്യം മനസ്സിലാക്കിയിരിക്കുക എന്നും മനസ്സിലാവുന്നുണ്ട് അവർക്ക്. നമ്മൾ ഇനി എന്ത് ചെയ്യും? സ്വന്തം മകളാണ് കൺമുന്നിലുള്ളത് എന്ന് വൈജയ് എന്നെങ്കിലും തിരിച്ചറിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ഗംഗേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സ്വന്തം മകളാണെന്ന് അറിയാതെയാണ് അവൾ അലീനയെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്. അത് എന്നെങ്കിലും അറിഞ്ഞാൽ അവൾക്കത് താങ്ങാൻ പറ്റുമോ? അതിന്റെ പേരിൽ നമ്മളെ എല്ലാവരെയും അവൾ ക്രൂശിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒരു വഴി ഇല്ലാതിരിക്കില്ല എന്നൊക്കെ പറയുവാണ് ഗംഗാധരൻ. എന്തായാലും നമുക്ക് തൽക്കാലം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാം. ബാലചന്ദ്രനെ കണ്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അവരെയും കാണാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ വൈജയോടും വൈജയുടെ വീട്ടുകാരോടുമുള്ള തന്റെ പ്രതിഷേധം തുടരുക തന്നെയാണ്. മനുവിനെ അല്ലാതെ ആ വീട്ടിലെ മറ്റാരെയും തനിക്ക് കാണണ്ടെന്ന് കർശനമായിട്ട് പറയുവാണ്. ബാലചന്ദ്രൻ തന്നോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് വൈജയന്തി ഗംഗേട്ടനോട് പരാതി പറയുന്നുണ്ടെങ്കിലും അവർ ബാലചന്ദ്രന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നതോടെ വൈജയന്തിക്ക് അവരോടും ദേഷ്യമാവാണ്. ബാലചന്ദ്രൻ ഇങ്ങനെ പെരുമാറുന്നതിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകും. അത് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്ക്. ഇങ്ങനെ ബഹളം വെക്കില്ലേ വൈജയെ, നമുക്ക് എല്ലാറ്റിനും ഒരു വഴി ഉണ്ടാക്കാം. എന്തായാലും ബാലചന്ദ്രൻ സുഖം പ്രാപിച്ച് വീട്ടിലെത്തട്ടെ. സമാധാനത്തോടെ നമുക്ക് അയാളോട് തന്നെ ചോദിച്ചറിയാം അയാളുടെ പ്രശ്നം എന്താണെന്നൊക്കെ പറഞ്ഞ് വൈജയന്തിയെ ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് ഗംഗാധരൻ. അനുവാണെങ്കിൽ വൈജയന്തിയുടെ വിഷമം കണ്ട് വീണ്ടും ബാലചന്ദ്രന്റെ അരികിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്കിളെ, ആന്റിയെ അവിടെ അങ്ങനെ നിർത്തുന്നത് ശരിയല്ല. ആന്റി ഒന്ന് കയറി കണ്ടെന്ന് വെച്ച് എന്താ പ്രശ്നം? എത്ര ദിവസമായി ആന്റി അവിടെ ഇങ്ങനെ വരാന്തയിൽ നിൽക്കുന്നത്? ആന്റി ഒരിക്കലും അങ്കിളിന് സമാധാനം തരില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ആന്റി ഒന്ന് വന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. മനു, ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് അവളെ കാണണ്ടെന്ന്. അവളെ എന്ന് മാത്രമല്ല, കൊല്ലപ്പള്ളി വീട്ടിലുള്ള ആരും എന്നെ കാണാൻ വരണ്ട. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? എൻ്റെ അസുഖം ഇപ്പോൾ മനസ്സിനാണ്. അവളെ കണ്ടാൽ എനിക്കത് കൂടുകയേ ഉള്ളൂ. ഇനിയിപ്പോൾ അതാണ് എല്ലാവർക്കും വേണ്ടതെങ്കിൽ, ഈ ബാലചന്ദ്രന്റെ ജീവനാണ് എല്ലാവർക്കും ആവശ്യമെങ്കിൽ നീ നിന്റെ ആന്റിയെ ഇങ്ങോട്ട് കടത്തി വിട്ടേക്കെന്ന് പറയുമ്പോൾ മനുവിന് പിന്നെ ഒന്നും മിണ്ടാനാവുന്നില്ല. ആന്റിയുമായി അങ്കിളിന് എന്തോ ഒരു വലിയ പ്രശ്നം തന്നെയുണ്ട്. അത് സാവകാശം ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും താൻ ചോദിച്ചാൽ അങ്കിൾ പറയാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തീരുമാനിക്കുവാണ് മനു. ഇങ്ങനെ ബാലചന്ദ്രൻ ഏകദേശം സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഹോസ്പിറ്റൽ ബില്ലടക്കൽ തന്റെ അവകാശമാണെന്നുള്ള ഗർവോടെ വൈജയന്തി ചെല്ലുന്നുണ്ടെങ്കിലും അതിനും ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല. വൈജയന്തിയുടെ കയ്യിലിരുന്ന ബില്ല് പിടിച്ചു വാങ്ങിച്ച് മനുവിന്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ഹോസ്പിറ്റലിലെ ബില്ലടയ്ക്കാനുള്ള പണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ആരുടെയും ഒരു സേവനവും ആവശ്യമില്ല. ഈ ബാലചന്ദ്രൻ അത്രയ്ക്ക് ദരിദ്രനൊന്നുമല്ല. പണ്ടത്തെ ബാലചന്ദ്രനെ എല്ലാവർക്കും പറ്റിക്കാൻ എളുപ്പമായിരുന്നു, പറ്റിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇനി ഞാനത് അനുവദിച്ചു തരില്ല. ആരുടെയും ഒരു സേവനവും എനിക്ക് ആവശ്യമില്ല. ഇനി എൻ്റെ ഒരു കാര്യത്തിലും ഇടപെട്ടു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തിയെ തീർത്തും അവഗണിക്കുവാണ്. അങ്ങനെ തൻ്റെ കാർഡ് എടുത്ത് മനുവിൻ്റെ കയ്യിൽ കൊടുത്ത് ഹോസ്പിറ്റൽ ബില്ലടച്ചിട്ട് വരാൻ ആവശ്യപ്പെടുവാണ് ബാലചന്ദ്രൻ. ഈ ഒരു സംഭവം വൈജയന്തിക്ക് കേൾക്കുന്ന നല്ലൊരു അടി തന്നെയായിരിക്കും. വൈജയന്തിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുപോലെ വരുന്നുണ്ട്. വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്നെ ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ഞാൻ എന്നോട് ദേഷ്യം കാണിക്കും, അവഗണിക്കും. അത് എൻ്റെ തീരുമാനമാണ്. അത് ചോദ്യം ചെയ്യാൻ ആരും വരണ്ട. നിനക്കതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നീ അത് നിന്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തിയോട് പൊട്ടിത്തെറിക്കുവാണ് കേട്ടോ ബാലചന്ദ്രൻ. അതുകൊണ്ടും പ്രശ്നങ്ങൾ തീരുന്നില്ല കേട്ടോ. ബാലചന്ദ്രന്റെ മനസ്സിൽ തന്നെ കുറിച്ച് എന്തൊക്കെയോ ഇഷ്ടക്കേട് വന്നിട്ടുണ്ട്. അത് അലീന കാരണമാണെന്നാണ് വൈജയന്തി ഉറച്ചു വിശ്വസിക്കുന്നത്. വൈജയന്തി വെറുതെ എങ്കിലും ഒന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല തന്നെ കുറിച്ചുള്ള പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ബാലചന്ദ്രൻ അറിഞ്ഞോ എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വന്നാലല്ലേ ബാലചന്ദ്രൻ തന്നോട് കാണിക്കുന്ന ദേഷ്യം എന്തിനാണെന്നെങ്കിലും വൈജയന്തിക്ക് ഊഹിക്കാനാവൂ. എന്തായാലും വീട്ടിലെത്തിയിട്ടും ബാലചന്ദ്രൻ തന്റെ പ്രതിഷേധം തുടരുക തന്നെയാണ്. വീട്ടിലെത്തുന്ന ബാലചന്ദ്രൻ വൈജയന്തിയെ തീർത്തും അവഗണിക്കുവാണ്. എല്ലാ കാര്യത്തിനും അലീനയാണ് കേട്ടോ വിളിക്കുന്നത്. വൈജയന്തിയുടെ മകളാണ് അലീന എന്നറിഞ്ഞപ്പോൾ അലീനയോട് തോന്നിയിരുന്ന ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാണ്ടായിട്ടുണ്ടാവും ബാലചന്ദ്രന്. ഈ ഒരു പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തു? അലീനയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. തന്നെ ചതിച്ചത് മുഴുവൻ കൊല്ലപ്പള്ളിക്കാരാണ്. അതുകൊണ്ട് തന്നെ അലീനയോട് താൻ ദേഷ്യം കാണിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം അലീനയോട് പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹം തോന്നുവാണ് കേട്ടോ ബാലചന്ദ്രനെ.
അലീനയെ സ്വന്തം മകളായി മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ബാലചന്ദ്രന്റെ പിന്നീട് അങ്ങോട്ടുള്ള പെരുമാറ്റം. പിന്നീട് അങ്ങനെ രാത്രിയാവുമ്പോൾ കിടക്കാനായിട്ട് വൈജയന്തി ബാലചന്ദ്രന്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെയും വൈജയന്തിയെ തീർത്തും അവഗണിക്കുവാണ് ബാലചന്ദ്രൻ. നോക്ക്, ഇന്നു മുതൽ നീ താഴെ കിടന്നാൽ മതി. എനിക്ക് റെസ്റ്റ് ആയതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ താഴെ കിടക്കുമായിരുന്നു. ഇനി ഒന്നും പഴയതുപോലെ ആവില്ല. നമുക്കിടയിൽ ഒരു അതിർവരമ്പ് വരച്ചിട്ടുണ്ട് ഞാൻ. ഇന്നു മുതൽ നമുക്കിടയിൽ ഒരു ലക്ഷ്മണ രേഖ വരയ്ക്കുക ഞാൻ. അത് കടന്ന് നീ ഇങ്ങോട്ടും വരണ്ട, ഞാൻ അങ്ങോട്ടും വരില്ലെന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. കൂടെ കേൾക്കുമ്പോൾ വൈജയന്തി ആകെ ഷോക്കാവാണ്. വൈജയന്തിക്ക് താങ്ങാനേ പറ്റുന്നില്ല ഒരു കാര്യം. സ്വന്തം മുറിയിൽ പോലും തന്നെ അന്യയാക്കി മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കാരണമുണ്ടല്ലോ. ഇത്രയും നാളും ബാലചന്ദ്രന്റെ മെക്കിട്ടായിരുന്നു വൈജയന്തി കയറിയിരുന്നതും സാമർത്ഥ്യം കാണിച്ചിരുന്നതും. അതെല്ലാം അയാൾ നിസ്സഹായനായി സഹിച്ചു നിന്ന് വൈജയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ വൈജയുടെ ഭാഗത്തേക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെയുള്ള തന്നെയാണ് ഇത്രയും കാലം വൈജയന്തി എല്ലാ സത്യങ്ങളും മൂടി വെച്ച് ചതിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും വലിയ തെറ്റ് ചെയ്ത ഒരുവളാണ് ഇത്രയും നാളും തന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുള്ള എന്ത് അർഹതയാണ് അവൾക്കുണ്ടായിരുന്നത്? അതെല്ലാം ഓർക്കുമ്പോൾ വൈജയന്തിയോട് തീർത്താൽ തീരാത്ത വെറുപ്പാണ് കേട്ടോ ബാലചന്ദ്രനെ. ഇനി നീ എൻ്റെ ഒരു കാര്യവും നോക്കണ്ട. എൻ്റെ കാര്യം കൃഷ്ണമോളും അലീനയും കൂടി നോക്കിക്കൊള്ളും. കൃഷ്ണമോൾ ഉള്ളപ്പോൾ കൃഷ്ണമോളും, അവളില്ലാത്ത സമയത്ത് അലീനയും നോക്കിക്കൊള്ളും. നിന്റെ സഹകരണമോ ഔദാര്യമോ പണമോ ഒന്നും എനിക്ക് വേണ്ട എന്നും കൂടെ ബാലചന്ദ്രൻ പറയുമ്പോൾ ബാലചന്ദ്രനോടും അലീനയോടും കടുത്ത വൈരാഗ്യം തോന്നുവാണ് വൈജയന്തിക്ക്. ബാലചന്ദ്രന് ഭക്ഷണവുമായിട്ട് വന്ന അലീനയെ സർവ്വനിയന്ത്രണവും വിട്ട് വൈജയന്തി അടിച്ചു പോകുന്നുണ്ട്. അത് കാണുന്ന ബാലചന്ദ്രന് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. വൈജയന്തി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് അലറി എണീക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കൃഷ്ണമോൾ അവിടെ പിടിച്ചിരുത്തുവാണ് അച്ഛനെ. അച്ഛൻ ഇങ്ങനെ BP കൂട്ടുന്നത് അച്ഛൻ്റെ ശരീരത്തിന് നല്ലതല്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണമോള് ഒരു വിധത്തിൽ ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛൻ വേണ്ട, ദയവ് ചെയ്ത് അച്ഛനിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അമ്മ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടട്ടെ. തൽക്കാലം അച്ഛനത് കണ്ടില്ലെന്ന് നടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാരണവുമില്ലാതെ തന്നെ അടിച്ചതോടുകൂടി വൈജയന്തിയോട് ചെറിയ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് അലീനയ്ക്ക്. അമ്മ എന്നുള്ള ആ ഒരു അലിവൊക്കെ മനസ്സിൽ നിന്നും മാറ്റിവെച്ച് അലീന വൈജയന്തിക്ക് നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ബാലചന്ദ്രൻ എങ്ങനെയാണോ അലീനയോട് പെരുമാറുന്നത് അതിൻ്റെ 100 ഇരട്ടി മോശമായിട്ടായിരിക്കും വൈജയന്തി അലീനയോട് പെരുമാറുന്നത്. വൈജയന്തിക്കാണെങ്കിൽ അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റാത്തൊരവസ്ഥയിലുമായിരിക്കും. കാരണം ഈ വീട് ഭരിക്കുന്നത് ഇപ്പോൾ ശരിക്കും ബാലചന്ദ്രനാണ്. അതുകൊണ്ട് ബാലചന്ദ്രൻ പറയുന്നത് മാത്രം കേട്ട് ഇഷ്ടമുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് വരെ എത്തുന്നുണ്ട് കാര്യങ്ങൾ. അലീനയെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ പഠിച്ച പണി 18 വൈജയന്തി പയറ്റി നോക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ ബാലചന്ദ്രൻ ശക്തമായിട്ട് എതിർക്കുവാണ്. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്നും വരുന്നത് വരെ മാത്രമേ ഈ വീട്ടിൽ നിൽക്കുള്ളൂ എന്ന് മനുവിനോടും മുത്തശ്ശിയോടും തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അലീന. എന്നെ വേണ്ടാത്ത വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. വേറെ എവിടെ ജോലി ചെയ്താലും എനിക്ക് ശമ്പളം കിട്ടും, എനിക്കൊരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കാനല്ലേ എന്നല്ല പറഞ്ഞ് അലീന അവിടെ നിന്ന് പോവാൻ നോക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് അലീന വന്ന് ബാലചന്ദ്രനോടായിട്ട് പറയുന്നുണ്ട്, സർ ഹോസ്പിറ്റലിൽ നിന്നും വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇനിയും ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്നെ മേഡത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഞാൻ ഇവിടെ നിന്ന് പോകുവാണെന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. തൽക്കാലം രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോകണം, എറണാകുളത്തേക്ക്. അടുത്ത മാമച്ചൻ സാറ് വേറെ എവിടെയെങ്കിലും ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ദിവസം ഞാൻ ഇവിടെ നിന്ന് പോകാതിരുന്നത് സാറ് ഹോസ്പിറ്റലിലായപ്പോൾ ഞാനും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ശരിയല്ലെന്ന് തോന്നി. സാർ ഹോസ്പിറ്റലിലും മാഡം ഹോസ്പിറ്റലിലും ബാഗിലുമൊക്കെ ആയിട്ട് കഴിയുമ്പോൾ ഇവിടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ഇട്ടിട്ട് പോവരുതെന്ന് മനുവേട്ടനും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് മാത്രം ഇത്രയും ദിവസം ഞാൻ പിടിച്ചു നിന്നത്. എങ്കിൽ എന്നെ വേണ്ടാത്ത ഈ വീട്ടിൽ ഇത്രയും ദിവസം കടിച്ചു തൂങ്ങി നിൽക്കില്ലായിരുന്നു. നാളെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാമെന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങോട്ട് പോകും, നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ്. വൈജയന്തി അല്ല ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാനാണ് നിനക്ക് ശമ്പളവും തരുന്നത്. നിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനും മനുവും കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയാതെ നീ ഇവിടെ നിന്ന് പോകാൻ പാടില്ലെന്ന് തീർത്തു പറയുവാണ് ബാലചന്ദ്രൻ. അത് കേട്ടുകൊണ്ടായിരിക്കും വൈജയന്തി അങ്ങോട്ട് വരുന്നത്. കൊള്ളാലോ, ബാലചന്ദ്രന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. സ്വന്തം ഭാര്യയെ വേണ്ട, ഊട്ടുവാനും പരിചരിക്കാനും എന്നെക്കാൾ മെടുക്കുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്നെ ഒന്നും കണ്ണിന് പിടിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ അവഗണനയും സഹിച്ച് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുവാണ് വൈജയന്തി. ബാലചന്ദ്രന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിൽക്കണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് വൈജയന്തി ഇറങ്ങി പോവാനൊക്കെ നിൽക്കുന്നുണ്ട്. താൻ അങ്ങനെ ഇറങ്ങി പോവാൻ നിൽക്കുമ്പോഴെങ്കിലും ബാലചന്ദ്രന്റെ മനസ്സ് മാറുമെന്നൊക്കെയാണ് വൈജയന്തി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ബാലചന്ദ്രൻ അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ പുച്ഛത്തോടു കൂടി അവിടെ ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനെ ഇനിയും ഈ അവഗണന സഹിക്കാൻ എനിക്ക് വയ്യ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി വീട്ടിൽ നിന്നും ഇറങ്ങുവാണ്. ബാലചന്ദ്രനാണെങ്കിലോ പോകുന്നവർ പോട്ടെ, വരുന്നവർ വരട്ടെ, ഇതൊന്നും തന്നെ യാതൊരു വിധത്തിലും മേൽക്കില്ലെന്നുള്ള ഒരു മനസ്സോടെ ആയിരിക്കും നിൽക്കുന്നത്.
അലീനയാണെങ്കിൽ വൈജയന്തി പോകാൻ ഇറങ്ങുന്നത് കാണുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുവാണല്ലോ. ഈ സാർ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചിന്തിച്ച് വേഗം ബാലചന്ദ്രന്റെ അരികിലേക്ക് വരുന്നുണ്ട്. സാർ എന്തോ ഒന്നും മിണ്ടാത്തത്? മേഡം പോകാൻ നിൽക്കുന്നത് സാർ കാണുന്നില്ലേ? സാർ ഒന്നും പറ പോകണ്ടെന്ന്. ഞാനല്ലേ നിങ്ങൾക്കിടയിലെ പ്രശ്നം? ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാമെന്ന് പറഞ്ഞതല്ലേ? കാരണം നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്നൊക്കെ അലീന കാല് പിടിക്കുന്നത് പോലെ പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രന് യാതൊരു കൂസലുമില്ല. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, ആര് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും അതിന്റെ പേരിൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കേണ്ട. നിന്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് എന്താണെന്നൊക്കെ വഴിയെ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. അതുവരെ നീ ഇവിടെ എൻ്റെ കൺമുന്നിൽ തന്നെ വേണം. അതാണ് എൻ്റെ തീരുമാനം. എൻ്റെ ഈ തീരുമാനമാണ് അവൾക്ക് പ്രശ്നമെങ്കിൽ അവൾ ഇവിടെ നിൽക്കണ്ട. പോകുന്നെങ്കിൽ പോട്ടെ, അതിൽ ഈ ബാലചന്ദ്രന് ഒരു പ്രശ്നവുമില്ല. അത് കേൾക്കുന്ന വൈജയന്തി ചോദിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നെക്കാൾ പ്രാധാന്യം നിങ്ങൾക്ക് ഇവൾ തന്നെയാണല്ലേ? 10-22 വർഷം കൂടെ ജീവിച്ച എന്നെക്കാൾ നിങ്ങൾക്ക് പ്രാധാന്യം ഇന്നലെ വന്ന ഇവൾ തന്നെയാണ്. ചെറുപ്പക്കാരിയായ തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ തന്നെ കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇനിയിപ്പോൾ എന്നെ വേണ്ടെന്ന് തോന്നിക്കാണും. അതിൽ ആരെയും കുറ്റം പറയാനും പറ്റില്ല. തൊലി വെളുപ്പും വെച്ച് ആണുങ്ങളെ വശീകരിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ് അവളെന്നൊക്കെ പറഞ്ഞ് അലീനയെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അപമാനിക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ അലീനക്ക് വിഷമം കൊണ്ട് കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോവുകയാണേ. സർ പ്ലീസ്, എന്നെ ഇങ്ങനെ അപമാനിക്കാനായിട്ട് വിട്ടുകൊടുക്കില്ലേ? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? മാഡം ഇവിടെ നിന്ന് പോകരുത്. ഞാൻ കാല് പിടിക്കാം. മാഡത്തിൻ്റെ ആവശ്യം ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നല്ലേ? പോയിക്കോളാം, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അലീന റൂമിൽ നിന്നും ഇറങ്ങി പോവാനായിട്ട് നിൽക്കുമ്പോൾ, അലീന നീ അവിടെ നിൽക്കെന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവളെ പിറകിൽ നിന്നും വിളിക്കുവാണ്. അലീന, ഒരുപാട് തവണ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ഞാനാണ്. നിന്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു ഉത്തരവാദിത്തമുണ്ടെന്ന്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നിന്റെ കൂടെ ഞാനും ഉണ്ടാകും. നിന്നെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്താക്കിയിട്ട് ഞാൻ എവിടേക്കാണെന്ന് വെച്ചാൽ പോയിക്കോളാമെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനും അവിടെ നിന്ന് എണീക്കാൻ ഒരുങ്ങുമ്പോൾ, സാർ എന്താ ഈ കാണിക്കുന്നത്? റെസ്റ്റ് പറഞ്ഞതല്ലേ ഡോക്ടർ? സാർ അവിടെ അടങ്ങിക്കിടന്നെന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ വന്ന് കിടത്തുവാണ് അലീന. ഒരു കാഴ്ചയും വൈജയ്ക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ദേഷ്യം വന്നിട്ട് വൈജയുടെ മുഖമൊക്കെ അങ്ങ് ചുവന്ന് കയറുന്നുണ്ട്. ഓഹോ, അപ്പോൾ ഇവൾക്ക് പകരം ഞാൻ ഇവിടെ നിന്ന് പോകണം എന്ന് തന്നെയാണ് ബാലചന്ദ്രന്റെ മനസ്സിൽ. നേരം ബാലചന്ദ്രൻ ഒരു പുച്ഛത്തോടെ, എന്നാര് പറഞ്ഞു? നീ ഇവിടെ നിന്ന് പോകണമെന്നോ പോകണ്ടെന്നോ ഞാൻ പറയുന്നില്ല. നീ ഇവിടെ നിന്നില്ലെങ്കിലും എനിക്കതൊരു പ്രശ്നവുമല്ല. നിന്റെ സേവനം ഇനി എനിക്ക് ആവശ്യമില്ല. ബാലചന്ദ്രന്റെ ഭാര്യ എന്നുള്ള അവകാശം കാണിച്ച് നീ എൻ്റെ അടുത്തേക്ക് വരണ്ട. നിന്റെ ഒരു സേവനവും ഇനി എനിക്ക് ആവശ്യമില്ലെന്ന് തറപ്പിച്ച് പറയുവാണ് ബാലചന്ദ്രൻ. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ബാലചന്ദ്രന്റെ ഒരു മോഹവും നടക്കുമെന്ന് കരുതണ്ട. അതിനെ വൈജയന്തി ജീവനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല. എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി ചവിട്ടി കുലുക്കി തന്റെ ബാഗും എടുത്ത് അവിടെ നിന്നങ്ങ് പോകുവാണ്. കണ്ടിട്ട് അലീന വന്നിട്ട് ബാലചന്ദ്രനോട് വീണ്ടും പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എൻ്റെ പേരിൽ സാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എന്നെ വെറുതെ ധർമ്മസങ്കടത്തിലാക്കരുത്. എനിക്കിതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല സാറേ. ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞതല്ലേ? ഞാൻ കാരണം നിങ്ങളുടെ കുടുംബജീവിതം തകരുന്നത് എങ്ങനെ എനിക്ക് കണ്ടോണ്ട് നിൽക്കാൻ പറ്റും? സാർ എന്നെ മകളെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അത് വേണ്ട സാറേ, മാഡത്തിന് അതൊന്നും മനസ്സിലാവില്ല. ഇനിയിപ്പോൾ അത് മനസ്സിലായാൽ പോലും സാർ എന്നെ മകളെ പോലെ കാണുന്നത് മാഡത്തിന് ഇഷ്ടമല്ല. വീട്ടുവേലക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കണം. അതാണ് മാഡത്തിൻ്റെ മനസ്സിൽ. ഞാനൊരു അനാഥയല്ലേ സാറേ? ഞാൻ ഇവിടുത്തെ ആരുമല്ല. ഞാൻ വെറും ഒരു വീട്ടുവേലക്കാരിയുടെ ലേബലിൽ ഞാൻ കഴിയണമെന്നാണ് മാഡം ആഗ്രഹിക്കുന്നത്. മാഡത്തിന് പണ്ടേ എന്നെ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഈ ഒരു രീതിയിൽ കൂടി സാർ എന്നോട് പെരുമാറിയാൽ മാഡം അതെങ്ങനെ സഹിക്കും? അപ്പോൾ പിന്നെ മാഡത്തിന് എങ്ങനെ സഹിക്കാൻ പറ്റും ഇതൊക്കെ? മാഡത്തിനെന്നല്ല, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനോട് അടുപ്പം കാണിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. വേറെ എന്ത് കാര്യത്തിനാണ് മാഡത്തിനെ ഇങ്ങനെ അവഗണിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ സാറ്. സാറിന്റെ പെരുമാറ്റം മാഡത്തെ നല്ല രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട്. അത് മാഡം പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. മാഡം എന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ? സാർ എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുവാണ് ബാലചന്ദ്രൻ. ഒരു ചിരിയോട് കൂടി തന്നെ ചോദിക്കുവാണ് ബാലചന്ദ്രൻ, അബദ്ധോ? അതും അവള് എന്ത് അബദ്ധം കാണിക്കുമെന്നാണ് നീ പറയുന്നത്? അവൾ ഒരിക്കലും ഒരു അബദ്ധവും കാണിക്കില്ല. അതെനിക്ക് ഉറപ്പാണ്. അവൾ സ്വാർത്ഥയാണ്. അവൾ ഈ ലോകത്ത് അവളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ലോകത്ത് മറ്റാരെയും അവൾ സ്നേഹിക്കുന്നില്ല. അവൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം അത് അവളെ തന്നെയാണ്. അങ്ങനെയുള്ള അവൾ ആത്മഹത്യ ചെയ്യുമെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? ഒരിക്കലുമില്ല അലീന എന്ന് പറയുവാണ് ബാലചന്ദ്രൻ. എന്നാലും മക്കളൊക്കെ ഇതറിയുമ്പോൾ വലിയ പ്രശ്നമാകും സാറേ. അവർക്ക് അവരുടെ അമ്മ ഇവിടെ ഉള്ളത് തന്നെയായിരിക്കില്ലേ ഇഷ്ടം? ഞാൻ പോയാൽ മാഡം മടങ്ങി വരും. സാർ എന്നെ പോകാൻ അനുവദിക്കണമെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രൻ അവളെ തന്നെ അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ചന്ദ്രൻ നോക്കുന്നത് കണ്ട് അലീന വീണ്ടും പറയുവാണ്, ഞാൻ പൊക്കോളാം സാറേ. എനിക്കങ്ങനെ സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കണമെന്നൊന്നുമില്ല. അച്ഛനും അമ്മയും ആരെന്നറിയാത്തവർക്ക് സ്വന്തമായിട്ടൊരു വീടൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ആരുമില്ലാത്ത എനിക്ക് വേണ്ടി സാർ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? എനിക്കറിയാം സാറിനെ മകളെ പോലെ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും സംസാരിക്കുന്നതും എന്നൊക്കെ. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാക്കണമെന്നില്ലല്ലോ.
കൊണ്ട് ഒന്നും വേണ്ട സാറേ, ഞാനല്ലേ നിങ്ങൾക്കിടയിലെ പ്രശ്നം, അല്ലാതെ നിങ്ങൾക്കിടയിൽ മറ്റു പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി സാർ വാശി പിടിക്കരുത്. ഞാനൊരു അനാഥയല്ലേ, ഈ ലോകം തന്നെ എൻ്റെ വീടാണ്, ഞാൻ എവിടെ പോയാലും ജീവിക്കുമെന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ, നീ എവിടെ പോയാലും ജീവിക്കുമെന്നൊക്കെ എനിക്കറിയാം, അതിനുള്ള സാമർഥ്യം നിനക്കുണ്ടെന്നും അറിയാം. പക്ഷെ നിനക്ക് നിന്റെ വീട്ടിൽ ജീവിക്കണ്ടേ, നിന്റെ സ്വന്തം വീട്ടിൽ നിന്റെ സ്വന്തം അമ്മയോടൊപ്പം എന്ന് ബാലചന്ദ്രനെ എടുത്തടിച്ചതുപോലെ അങ്ങ് ചോദിക്കുമ്പോൾ അലീന അന്തം വിട്ട് ബാലചന്ദ്രനെ തന്നെ അങ്ങനെ നോക്കുവാണ്. എന്താ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എനിക്ക് ഞാൻ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള ഉത്തരം നീ എൻ്റെ മുഖത്ത് നോക്കി പറയണം. നീ നിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറ, നിനക്ക് ഈ വീട് വിട്ടു പോകാൻ പറ്റുമെന്ന്. നീ ഇവിടെ നിന്ന് പൊക്കോളാമെന്ന് 100 ആവർത്തി പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നു നിനക്ക് ഈ വീട് വിട്ടു പോകാൻ പറ്റില്ലെന്ന്. നിന്റെ സ്വന്തം പെറ്റമ്മയെ വിട്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ? നിന്റെ കൂടപ്പിറപ്പുകളെ വിട്ട് ഇവിടെ നിന്ന് പോകാൻ സാധിക്കുമോ എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീന അങ്ങ് തറഞ്ഞു നിന്ന് പോവുകയാണ്. അലീന ഒന്നും മിണ്ടാനാകാതെ ബാലചന്ദ്രൻ സാറ് എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ തറഞ്ഞങ്ങ് നിന്ന് പോവുകയാണ്. അങ്ങനെ ഒന്നും മിണ്ടാനാകാതെ സ്തംഭിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ അലീനെ, നിനക്കൊന്നും പറയാനില്ലേ ഇപ്പോൾ? നിനക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല അല്ലേ? എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലേ നിന്റെ കയ്യിൽ? ഞാൻ ചോദിച്ചത് ശരിയല്ലേ? നിന്റെ കൂടപ്പിറപ്പുകളെ വിട്ട് നിന്റെ സ്വന്തം മുത്തശ്ശിയെയും പെറ്റമ്മയെയും വിട്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന എന്നെ ഉപേക്ഷിച്ച് പോവാൻ നിനക്ക് പറ്റുമോ? ഞാൻ ചോദിച്ചത് കേട്ടിട്ടും നീ എന്താ മിണ്ടാത്തത്? പറ്റുമോ നിനക്ക്? പറ്റുമെങ്കിൽ നീ അതെൻ്റെ മുഖത്ത് നോക്കി പറ, നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് പറ, നിനക്ക് നിന്റെ അമ്മയെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുമെന്ന് എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ മുഖം പൊത്തി അങ്ങ് പൊട്ടിക്കരഞ്ഞു പോവുകയാണ് കേട്ടോ അലീന പൊട്ടിക്കരച്ചിലോടെ ഭിത്തിയോട് ചാരി അവിടെ അങ്ങ് ഇരുന്ന് പോവുകയാണ്. കാണുമ്പോൾ ബാലചന്ദ്രൻ അത് സഹിക്കാൻ പറ്റുന്നില്ല. ബാലചന്ദ്രൻ മെല്ലെ എണീറ്റ് വന്ന് അലീനയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. കരയാതിരിക്കെ, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. നീ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നതെന്നും എന്തായിരുന്നു നിന്റെ ഉദ്ദേശമെന്നും. പക്ഷെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല കേട്ടോ. എനിക്ക് ദേഷ്യം എന്നോട് തന്നെയാണ്. എന്നല്ലേ എല്ലാവർക്കും മുമ്പിൽ വിഡ്ഢിയായത്, എന്നെയല്ലേ എല്ലാവരും ചതിച്ചത്. ചതിക്കപ്പെട്ടത് നീ മാത്രമല്ല അലീന, ഞാനും കൂടിയാണ്. 22.5 വർഷമായിട്ട് എല്ലാവരും കൂടി വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നെ. ഒന്നും അറിയാതെ അവരുടെയൊക്കെ മുമ്പിൽ കോമാളി വേഷം കെട്ടിയതല്ലായിരുന്നോ ഞാൻ? 22.5 വർഷക്കാലമാണ് അവരെന്നെ കോമാളിയാക്കി കൊണ്ട് നടന്നത്. അതിനെല്ലാം എനിക്ക് പകരം വീട്ടണ്ടേ അലീനെ? ഞാൻ പകരം വീട്ടുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയോ? നിന്നെ എൻ്റെ മകളായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞ നിന്നെ വളർത്തിക്കൊണ്ട് അവരെല്ലാവരും കൂടി കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് നീ ജീവനോടെ ഉണ്ടെന്ന് എല്ലാവരും അറിയണം. വൈജയന്തി അടക്കം എല്ലാവരും അറിയണം നീ ആരാണെന്ന്. അതിന് ആദ്യം ഞാൻ സുഖം പ്രാപിച്ചു വരട്ടെ. നിന്നെ വലിച്ചെറിഞ്ഞവരൊക്കെ നിന്റെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറയുവാണ് കേട്ടോ ബാലചന്ദ്രൻ. അലീനയാണെങ്കിൽ വീണ്ടും കരയുന്നത് കണ്ട്, ദേ നിന്നോട് കരയരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്? എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. ദേഷ്യമില്ലെന്ന് മാത്രമല്ല, പഴയതിനേക്കാൾ എനിക്ക് നിന്നോട് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. സാറിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. സാർ ഇതിൻ്റെ പേരിൽ മാഡത്തിനെ വെറുക്കരുത്. അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാതെയാണ് ഇത്രയും കാലം ഞാൻ കഴിഞ്ഞത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രിജിത്ത മമ്മി ഈ ഒരു സത്യം എന്നോട് പറഞ്ഞത്. അറിഞ്ഞപ്പോൾ സ്വന്തം അമ്മയെ ഒന്ന് നേരിൽ കാണണം, അത്ര മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ കുടുംബജീവിതം തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്കിടയിൽ ഒരിക്കലും ഞാനൊരു ശല്യമാവില്ല. സാർ എല്ലാം മറന്ന് മാഡത്തിന് മാപ്പ് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. തൽക്കാലം ഇക്കാര്യത്തിൽ ഞാൻ നിന്റെ ഉപദേശം സ്വീകരിക്കുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ മൂത്ത മകളുടെ സ്ഥാനത്താണ് നിന്നെ കാണുന്നത്. ഒരു അച്ഛൻ മകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതെല്ലാം എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. ആ ഒരു കടമ നിർവഹിക്കാനുള്ള അവകാശമെങ്കിലും നീ എനിക്ക് തരണം. തരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന വീണ്ടും മുഖം പൊത്തി കരയുവാണ്. ആ സമയം ബാലചന്ദ്രൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. പോട്ടെ, സാരമില്ല, കരയാതിരിക്കേ. നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ചിൽ എന്തോ ഒരു പിടച്ചില്. സാരമില്ല, എല്ലാം നമുക്ക് പതിയെ ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് അലീനയും മനസ്സിലാക്കുന്നതോടുകൂടി പിന്നീട് അങ്ങോട്ട് അവർ നല്ല സ്നേഹത്തിലായിരിക്കും. ബാലചന്ദ്രൻ അലീനയെ സ്വന്തം മകളായി കണ്ട് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടായിരിക്കട്ടോ പിന്നീട് അങ്ങോട്ട് പോകുന്നത്. അലീനയ്ക്ക് തിരിച്ച് അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കട്ടോ. അവർ തമ്മിലുള്ള പരസ്പര സ്നേഹം കണ്ട് അവർ മോശമായിട്ടുള്ള രീതിയിൽ എന്തോ ബന്ധമുണ്ടെന്ന് വരെ വിശ്വസിച്ച് പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട് വൈജയന്തി. ഒടുവിൽ ഗംഗാധരനടക്കം കൊല്ലപ്പള്ളിയിലെ എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ടായിരിക്കട്ടോ വൈജയന്തിയോട് ഈ സത്യങ്ങളൊക്കെ ബാലചന്ദ്രൻ തുറന്നു പറയുന്നത്. ആ ഒരു വിശേഷങ്ങളൊക്കെ വരാറാവുന്നതേ ഉള്ളൂ. അതിനു മുമ്പേ കുറേ സംഭവ വികാസങ്ങൾ നടക്കാനുണ്ട്. അങ്ങനെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.